ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. വെള്ളം ജഡാന്തേ വിഭ്രാണാം വെള്ളിമാമര വിഗ്രഹം വെള്ളൂരമർന്ന ഗൗരീശം ഉള്ളിലൻപോടു ചിന്തയൻ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 മെയ് മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1201 ആണ്ട്. ഇടവമാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ആണ് ഈ ആഴ്ച ഉള്ളത്. പ്രധാനമായിട്ട് 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് പ്രത്യേകം 2.25 നക്ഷത്രം വീതം അടങ്ങുന്ന 12 രാശികളായിട്ട് തിരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. പ്രത്യേകമായിട്ട് ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും സാമ്പത്തിക അഭിവൃദ്ധികളെക്കുറിച്ചും പറയുന്നതോടൊപ്പം തന്നെ ഓരോ നക്ഷത്രക്കാർക്കും ശ്രദ്ധിക്കേണ്ട സമയം എല്ലാ കാലത്തും എപ്പോഴും അഭിവൃദ്ധികൾ മാത്രമല്ല, ചില കഷ്ടതകളും സൂചകമാണ്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധിക കഷ്ടതകളൊന്നും ബാധിക്കാതെ അത് മുൻപോട്ട് പോകുന്നതിന്, അല്ലെങ്കിൽ വലിയ വലിയ കുഴപ്പങ്ങളിൽ ചാടിയാൽ പിന്നെ അവിടെ നിന്ന് കരകയറി വരിക ബുദ്ധിമുട്ടാണ്. അതിനാണ് വളരെ ശ്രദ്ധിക്കണം എന്ന് ചില നക്ഷത്രക്കാരോട് പറയുന്നത്. ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് നോക്കാം. മേടം രാശിയിൽ തൻ്റെ സ്വന്തം ക്ഷേത്രമായ ചൊവ്വാഗ്രഹം അവിടെ നിൽക്കുന്നു. മേടത്തിൽ ചൊവ്വായും. ഇടവം രാശിയിൽ ആദിത്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞാണ് ഇപ്പോൾ രാശി മാറിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴം മിഥുനം രാശിയിലും ശുക്രനും കൂടെയുണ്ട്. കേതു ചിങ്ങത്തിലും രാഹു കുംഭം രാശിയിലും മീനത്തിൽ ശനിയും നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഫലം പറയുന്നത്. പ്രധാനമായിട്ട് മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ ആ രാശിയിൽ തന്നെ നിൽക്കുന്നു. ധനസ്ഥാനത്ത് നിൽക്കുന്നതും പ്രബല ഗ്രഹമായ ആദിത്യൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടികളായാലും പ്രായമായവർക്കുമൊക്കെ പൊതുവെ നല്ലതാണ്. സംസാരത്തിൽ അധിക കടുത്ത വാക്കുകൾ വന്നു ചേരാതെ വളരെ നിയന്ത്രണം ആവശ്യമാണ്. അധിക സാഹസികത പാടില്ല. സുഹൃത്തുക്കൾക്കും സഹോദര സ്ഥാനീയർക്കുമൊക്കെ ഉയർച്ച ഉണ്ടാകും. അവരിൽ നിന്ന് ചില സഹായങ്ങളും ലഭിക്കും. യാത്രാ മധ്യയൊക്കെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി, പഴയകാല സുഹൃത്തായിരുന്നു, ചില സംസാരത്തിലൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ചു. പുതിയ ഒരു ജോലിയുടെ കാര്യമോ പഠിക്കുന്ന കാര്യമോ ഒക്കെ അതിന് അപേക്ഷ കൊടുത്തു. അങ്ങനെയൊക്കെ ലഭിക്കുക, വിജയങ്ങൾ ലഭിക്കുക. അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞു കേട്ട് പ്രവർത്തിച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞു കേട്ട് തൊഴിൽപരമായ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഐശ്വര്യ സമ്പൂർണവുമായിരിക്കും ഈ ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസത വന്ന് പെടാതെ വളരെ ശ്രദ്ധിക്കണം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങളുടെ ആഴ്ചയാണ്. രാശിയിൽ തന്നെ ധനസ്ഥാനാധിപൻ നിൽക്കുകയും ധനസ്ഥാനത്ത് രാശ്യാധിപൻ നിൽക്കുകയും ചെയ്യും. അതായത് ബുധനും ശുക്രനും കൂടി പരിവർത്തന മഹായോഗത്തിൽ നിൽക്കുന്ന ഒരു ആഴ്ചയാണ്. വളരെയധികം അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി ഭാഗ്യമോ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുകയോ ജീവിത പങ്കാളിയുമായിട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ ഉള്ള പൂർവികമായ സമ്പത്ത് വന്നു ചേരാനുള്ളതാണ് എങ്കിൽ വന്നു ചേരുന്നതിനും, സുഹൃത്തുക്കൾ സഹായിക്കുന്നതിനും, ഏതെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം അത് അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക, നേടിയെടുക്കുവാൻ സാധിക്കും. വിജയത്തിലെത്തുവാൻ സാധിക്കും. ദീർഘനാളുകൾ സുഖലോലുപമായി ജീവിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പഠിച്ച വിദ്യയ്ക്കും അതിനു മേലെയും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് നല്ല ജോലി കരസ്ഥമാക്കുവാൻ ഈ ആഴ്ച അനുകൂലമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ
അപേക്ഷയൊക്കെ അയക്കുക. കിട്ടുകയില്ല എന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞു നിൽക്കാതെ മുൻപോട്ട് ഇറങ്ങി പ്രവർത്തിക്കുക. വിജയം തേടി വരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ള ഒരു ആഴ്ചയാണ്. രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. കൂടെ നിൽക്കുന്ന ശുക്രനാകട്ടെ ത്രികോണ ആധിപത്യം കൂടിയുള്ള ആ ശുക്രൻ ആ മിഥുനം രാശിയിൽ തന്നെ നിൽക്കുമ്പോൾ വ്യാഴവും കൂടെ ഉണ്ട്. അപ്പോൾ വളരെയധികം നേട്ടങ്ങൾ. 11ാമത്തെ ചൊവ്വ നിൽക്കുന്നു. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കൊച്ചു കുട്ടികൾക്കുമൊക്കെ വളരെ നല്ലതാണ്. പ്രായമായവർക്കുമൊക്കെ ആരോഗ്യം മെച്ചപ്പെടുകയും കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിവൃദ്ധികരമാണ്. വിദേശത്ത് പോകുവാനായിട്ട് തീരുമാനമെടുക്കുവാനും പേപ്പറുകളൊക്കെ ശരിയായി കിട്ടുവാനും ദീർഘനാളുകളായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന പേപ്പറുകൾ ശരിയായി കിട്ടുവാനും ഒക്കെ വിദേശത്ത് പോകുന്നവർക്ക് പഠിക്കുവാനായാലും തൊഴിൽ കാര്യത്തിലൊക്കെ ആയാലും പോകുന്നതിനൊക്കെ സൂചനയുണ്ട്. അതായത് 12ാം ഭാവാധിപൻ സ്ഥാനഭ്രംശസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ഉന്നത വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ പരിവർത്തന മഹായോഗത്തിൽ നിൽക്കുന്നു. അത് വളരെ അനുകൂലമാണ്. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും വിദേശത്ത് സ്വന്തം നാട് വിട്ട് ജോലിക്കും പഠിക്കാനും പോകുന്നവർക്ക് ഉണ്ട്. പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ പുതിയ പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനും ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായി പ്രവർത്തനത്തിൽ വിജയിക്കുവാൻ സ്വന്തമായിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് നല്ല അനുകൂലമായിരിക്കുന്ന സമയം. എങ്കിലും കണ്ടകശനിയൊക്കെ ഉള്ളതിനാൽ അലസത വിട്ട് പ്രവർത്തിക്കുക. അവസരങ്ങൾ എന്നും വരികയില്ല. കാത്തിരുന്ന് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ നല്ല രീതിയിൽ വിജയം വന്നു ചേരുവാനായിട്ട് ഉള്ള ഒരു ആഴ്ചയാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും അങ്ങേയറ്റം അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. രാശിയാധിപൻ്റെ സ്ഥിതി അത് ആദിത്യനോട് യോഗം ചെയ്തൊക്കെ വരുമ്പോൾ അത്ര പ്രബലമല്ല. എങ്കിലും 10ാം ഭാവം തൊഴിൽ ഭാവത്തിൽ ചൊവ്വ സ്ഥിതി വളരെ അനുകൂലമാണ്. തൊഴിൽ കാര്യത്തിൽ ഭൂമി വന്നു ചേരുന്നതിനും അനുകൂലമാണ്. ഒരു ഭൂമിയൊക്കെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുക. കൃഷി കാര്യങ്ങളിൽ നിന്ന് ആദായം ലഭിക്കുക. കൃഷി മാത്രമല്ല, ഏത് തൊഴിൽ ചെയ്താലും അതിൽ നിന്ന് ഒരു അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക നേട്ടമുണ്ടാകും. വന്നു ചേരുന്ന ധനം പാഴായി പോകുവാൻ സൂചനയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നിച്ചു. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണ്ട ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് കുഴപ്പത്തിൽ ചെന്ന് ചാടുവാനൊക്കെ സൂചനയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിലായാലും മറ്റ് യാത്രാവേളകളിലും തൊഴിൽ രംഗത്തും സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു ആഴ്ചയല്ല. ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം പരസ്പരം ആവശ്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്ത് ഉത്തമമായ രീതിയിൽ നല്ല ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അധികാരത്തോടു കൂടിയ ജോലി ലഭിക്കുവാൻ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യോഗമുണ്ട്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രൊമോഷൻ വന്നു ചേരുവാൻ യോഗമുണ്ട്. സ്വന്തം നാട്ടിലായാലും വിദേശത്തായാലും അത് സൂചകമാണ്. അതായത് മകം നക്ഷത്രത്തിൻ്റെ തൊഴിൽ സ്ഥാനമായ ഇടവം രാശിയിൽ രാശ്യാധിപൻ കൂടിയായ ഗവൺമെൻറ്റിനെ സൂചിപ്പിക്കുന്ന അധികാരത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം അവിടെ പൂർണ്ണ ബലവാനായിട്ട് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിൽ സ്ഥാനാധിപൻ ഉപജയസ്ഥാനത്ത് നിൽക്കുകയും അതൊരു പരിവർത്തന മഹായോഗമാണ്. തൊഴിൽ സ്ഥാനവും ഉപജയസ്ഥാനവും തമ്മിൽ. അപ്പോൾ മനസ്സിനിണങ്ങിയ രീതിയിലൊരു ഉത്തമമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി വന്നു ചേർത്തക രീതിയിൽ ഒരു ജോലി ലഭിക്കുവാൻ യോഗമുണ്ട്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2
പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ സൂചകമാണ്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും നല്ലതാണ്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനും കൃഷിഭൂമി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. അധിക കടബാധ്യത ഭൂമി സംബന്ധമായിട്ട് വന്നു ചേരാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ അഭിവൃദ്ധികളും സൂചകമാണ്. ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ ശുക്രഗ്രഹം തൊഴിൽ സ്ഥാനാധിപനുമായിട്ട് പരിവർത്തന മഹായോഗത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുമുള്ള തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്ന് നേട്ടങ്ങൾ കൊയ്യുവാൻ ഒക്കെ അവസരമാണ്. തൊഴിൽപരമായിട്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ബ്രോക്കറിംഗ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു ആഴ്ച. ആരോഗ്യം തൃപ്തികരമായി. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ ഉണ്ടാകാം. കുടുംബപരമായിട്ട് സന്തോഷവും ഐശ്വര്യവുമുള്ള കാലം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ഭാവത്തിൽ സ്വക്ഷേത്രപരവാനായിട്ടാണ് എങ്കിലും ചൊവ്വ നിൽക്കുന്നു. അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ദേഷ്യം വർദ്ധിക്കുന്നതിനും സാഹസികത കൂടുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ രംഗങ്ങളിലും അഭിവൃദ്ധികൾ സൂചകമാണ്. തൊഴിൽ സ്ഥാനത്തേക്ക് പ്രബലനായി നിന്നുകൊണ്ട് ആ ധനസ്ഥാനാധിപൻ ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽ ചെയ്ത് ധനം നേടും എന്നുണ്ട് ഈ ആഴ്ച. അത് പല രീതിയിൽ അഭിവൃദ്ധികൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ തൊഴിൽ ആഗമന കാര്യവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കാണ് അത് ഏറ്റവും കൂടുതൽ ഫലപ്പെടുക. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. കുടുംബത്ത് പൊതുവെ സമാധാനപരമായി, തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. മേലധികാരികളുടെ അംഗീകാരത്തിനായിട്ട് യഥാക്രമത്തിൽ തൊഴിൽ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ, കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകുകയും ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്തത്തോടുകൂടി അന്നന്ന് ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം തൊഴിൽ നഷ്ടപ്പെടുന്നതിനോ തൊഴിൽപരമായിട്ട് കഷ്ടതകൾ ഉണ്ടാകുന്നതിനോ സ്വന്തമായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ധനനഷ്ടം ഉണ്ടാകുന്നതിനും സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത ആവശ്യമാണ്. വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ ഉള്ള ഒരു ആഴ്ച കൂടി. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനവും ഭാഗ്യവും ഒക്കെ വന്നു ചേർന്നു. അതായത് 11-ാം ഭാവാധിപത്യം കൂടിയുള്ള ശുക്രൻ നിവൃത്തിസ്ഥാനത്ത് വ്യാഴത്തിനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. രാശ്യാധിപൻ കൂടിയായ വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. എങ്കിലും കണ്ടകശനിയൊക്കെ ഉള്ളതിനാൽ പല രീതിയിലും അലസത വന്ന് പെടുവാനൊക്കെ സൂചനയുണ്ട്. അലസത മൂലം ആരോഗ്യപരമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥകൾ നഷ്ടപ്പെടുകയോ തൊഴിൽ കാര്യത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ കൃത്യനിഷ്ഠയോടുകൂടിയ ചിട്ടയായ പ്രവർത്തനം ഏതൊരു കാര്യത്തിലും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിലും ദിനചര്യയുടെ കാര്യത്തിലും ശ്രദ്ധിച്ചാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ ചില മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. കഷ്ടതകളോ നഷ്ടങ്ങളോ വന്നു ചേരാം. സാമ്പത്തിക നഷ്ടങ്ങളും സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കുമൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന പേപ്പറുകളൊക്കെ ശരിയാകുക, പരീക്ഷകൾ പാസ്സാകുക,
അതുപോലെ തന്നെ വിദേശത്തായിരിക്കുന്നവർക്ക് പരീക്ഷകളിലൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുക, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുക, അങ്ങനെയൊക്കെ പൊതുവെ ധനു രാശിക്കാർക്ക് നല്ല ദൈവാധീനവും ഭാഗ്യവും ഏതൊരു കാര്യത്തിലും ഏർപ്പെടുന്ന രംഗത്ത് ഉണ്ടാകും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഏതൊരു കാര്യത്തിലും ആവശ്യമാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം, 5ാം ഭാവാധിപനായിരിക്കുന്ന ശുക്രനും ഒക്കെ, അത് ശുക്രൻ എന്ന് പറയുമ്പോൾ തൊഴിൽ സ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുണ്ട്. അത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുക, തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുക, ധനനഷ്ടങ്ങൾ ഉണ്ടാകുക, വിദ്യാർത്ഥികൾക്ക് ചില പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് ലഭിക്കാതെ വരിക, അങ്ങനെ പല രീതിയിലും ഒരു ധൈര്യക്കുറവ്, വീര്യക്കുറവ്, ശ്രദ്ധക്കുറവ് ഒക്കെ ഉണ്ടാകാം. അത് വളരെയധികം ജാഗ്രതയോടുകൂടി ഏതൊരു കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് കുടുംബജീവിതം പൊതുവെ സമാധാനപരമായി ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംഭാഷണങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടത് അത്യാവശ്യം. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു ആഴ്ചയാണ്. അതായത് വളരെയധികം പ്രത്യേകത എന്ന് പറയുന്നത് 4, 5 ഭാവാധിപന്മാർ തമ്മിൽ പരസ്പരം പരിവർത്തന മഹായോഗത്തിൽ നിൽക്കുന്നു. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളുണ്ടാകാം. ചില ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളോ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരത്തക്ക രീതിയിലുള്ള സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെയുള്ള സഹായങ്ങൾ ലഭിക്കുക, അങ്ങനെയൊക്കെ സൂചകമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ഉത്തമമായ രീതിയിൽ ഒരു ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹം വാങ്ങുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. പരീക്ഷകളൊക്കെ എഴുതുന്നവർ പാസ്സാകും. അതുപോലെ തന്നെ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും കൂടുതലായിട്ടുണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമാണ്. കൃത്യമായ മെഡിസിനൊക്കെ കഴിക്കുന്നവർ കൃത്യസമയത്ത് തന്നെ മെഡിസിൻ കഴിക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും ദിനചര്യയിലൊക്കെ കൃത്യനിഷ്ഠയും വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ജാഗ്രത അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു ആഴ്ച തന്നെയാണ്. അതായത് രാശിയുടെ അധിപൻ സുഖസ്ഥാനത്ത് ഒക്കെ നിൽക്കുന്നു. അത് ശുക്രനോട് യോഗം ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. ഭാഗ്യവും ദൈവാധീനവും നല്ലതുപോലെ ഉണ്ട്. എന്നിരുന്നാലും ഏഴരശനി അത് ജന്മത്തിൽ അനുഭവിക്കുന്നു. ജന്മശനി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകാം. നല്ല രീതിയിലൊക്കെ സാമ്പത്തിക രംഗമായാലും ആരോഗ്യ രംഗമായാലും സുഖ രംഗമായാലും സ്ഥാനമാനങ്ങളായാലും ഒക്കെ ഉള്ളവർ ഒരു ദിവസം പെട്ടെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് എന്ന് പറയുന്നത് പോലെ ഇരുണ്ട് വെളുത്ത് അധപ്പതിച്ചു പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഈ ഏഴരശനിക്കാലത്ത് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ പ്രധാനമായിട്ട് കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദീർഘനാളത്തേനുള്ളത്. അതുപോലെ സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നത്, ജാമ്യം നീക്കുക, വലിയ തുകയ്ക്ക് ലോൺ എടുക്കുക, പുതിയ സംരംഭങ്ങൾ വലിയ തുകയ്ക്ക് ആരംഭിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാഹസികമായ ജോലികൾ ചെയ്യുന്നവർ, മിലിറ്ററിക്കാർ, പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, പൊക്കത്തിലൊക്കെ കയറുന്നവർ, വാഹനം കൈകാര്യം ചെയ്യുന്നവർ, അസമയത്ത് വാഹനം ഓടിക്കുന്നവർ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പടക്കം നിർമ്മിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതീവ ക്ലേശങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെ ജാഗ്രതയോടുകൂടി ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതും വളരെ നല്ലതാണ്. കുറച്ച് നാൾ ഓക്കെ വളരെ ക്ഷമ, ശ്രദ്ധ ഒക്കെ മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ, സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്തെ പൊതുവെ സമാധാനമുള്ള ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുവാൻ സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നവർക്ക് സാധിക്കുന്ന
കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രം അവിടെ പോയി പ്രാർത്ഥിക്കുക, യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുക, ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുക, അഭിവൃദ്ധിക്കായിട്ടും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരു പരിധി വരെയൊക്കെ നന്മ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർക്കുന്നുണ്ട്. ഫോൺ നമ്പർ വിളിച്ച് നേരിട്ട് വരികയോ ഫോൺ വഴി ഓൺലൈനായിട്ടൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.